അജയ് ജ്ഞാനമുത്തുവിൻ്റെ 2015 പുറത്തിറങ്ങിയ സിനിമയാണ് ഡിമോണ്ടി കോളനി. അത് ഒരു രണ്ട് മണിക്കൂറൊന്നുമില്ല, ഒരു 1.25 മണിക്കൂറൊക്കെ ഉള്ള ഒരു ഒരു ഹൊറർ പടം. അതിൻ്റെ സെക്കൻഡ് ഹാഫ് നല്ല നല്ല ഒരു ചെറുതായിട്ടൊരു ഫിയറൊക്കെ ജനിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് പോയി കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സാധാരണ ഹൊറർ സിനിമയിൽ വരുന്ന ക്ലീശ പരിപാടിയൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അതേ ടീമിൻ്റെ ഒന്ന് വരുമ്പോഴേക്കും അല്പം പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. യവന്മാരൊക്കെ ചത്ത ലാസ്റ്റത്തെ ദിവസം ഉണ്ടല്ലോ, ആ ലാസ്റ്റത്തെ ദിവസം അതേ സമയം വേറെ കുറച്ച് കാര്യങ്ങൾ വേറെ ചില സ്ഥലത്ത് നടക്കുകയാണ്. അതും ഇവരുടെ വിഷയമായിട്ട് കഷ്ടപ്പെട്ട് കണക്ട് ചെയ്ത് എടുക്കുകയാണ് രണ്ടാമത്തെ ഭാഗത്തിൽ. ഇപ്പോൾ അരുൾനിധിയുടെ ക്യാരക്ടറിൻ്റെ അതിനെ എക്സ്പാൻഡ് ചെയ്യണം. അതേ ഫസ്റ്റ് പടത്തിൽ വന്ന ബേസ് പ്ലോട്ട് അതുപോലത്തെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ വലിയ പാടായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ ഇത് ഇത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യത്തെ സിനിമ എഴുതിയതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുക, അതായത് ദൃശ്യം ഉണ്ടായതുപോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് എനിക്ക് തുടക്കം തോന്നിയത്. കുറേ കാര്യങ്ങൾ അവർ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ സിറ്റുവേഷൻസ്, കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ കുറേ അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്ത സമയത്ത് കുറേ ലോജിക്കില്ലാത്ത, ഒരുപാട് ലോജിക്കില്ലാത്ത പരിപാടികൾ ഇതിൽ വന്നത്. എസ്പെഷ്യലി അരുൾനിധിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ, അദ്ദേഹത്തിന് ഒരു സഹോദരൻ ഉണ്ടെന്നുള്ള രീതിയിലാണ് വരുന്നത്. മറ്റേ കഥാപാത്രം അവിടെ ഒരു ക്ലീഷേ ബ്രേക്കിംഗ് എൻഡിങ് ആയിരുന്നു. അത് വീണ്ടും ക്ലീഷയിലോട്ട് തന്നെ കൊണ്ടുവിടുന്ന രീതിയിൽ ഈ പടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പാൻഷനൊന്നും അങ്ങനെ ലോജിക്കലി ഒരു ഈ ഇടിച്ച് കയറ്റി, അതായത് പുള്ളിക്ക് ഇത്രയും ഇത് കൊടുക്കണമല്ലോ, പുള്ളിയല്ലേ നായകൻ, മറ്റേതില്ല ആ ഒരു സാധനം കൊടുക്കണമെന്നുള്ളതുകൊണ്ട് തിരികെ കയറ്റി ഏച്ച് കെട്ടി വെച്ചതുപോലെ എനിക്ക് തുടക്കത്തിൽ ഫീൽ ചെയ്തു. പിന്നെ സർജാനോ ഖാലിദ് വരുന്നു. എൻ്റെ ഏട്ടൻ എന്ത് സുന്ദരന ആ പുള്ളിക്കാരനാണ് പ്രിയ ഭവാനി ശങ്കറിൻ്റെ ഭർത്താവ്. തുടക്കത്തിൽ തന്നെ മരിച്ചു പോകുന്നു. ഇങ്ങനെ കുറച്ച് മരണങ്ങളും ഇതുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ട് ഈ ക്യാൻവാസ് കുറച്ച് വൈഡായിട്ട് കുറച്ച് വലുതാക്കി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ അരോചകം എന്ന് പറയുന്നത്, നമുക്ക് ഒരുവിധം ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അറിയണേ, ഒരുവിധം കൂറയാണെങ്കിലും നമുക്കങ്ങ് ക്ഷമിച്ച് വിടാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് തീരെ CG ഇതിൻ്റെ ഒരു സ്ഥലത്തിൽ സഹിക്കാൻ പറ്റാത്ത CGയുടെ എന്തോ നട ഇത് നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് എടുത്തുന്ന ഇത് ഗ്രീൻ സ്ക്രീൻ ചെയ്താൽ നീയൊക്കെ അറിഞ്ഞോ എന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് അല്ലാത്ത സമയത്ത് ഇവർക്ക് മുടിക്കൊക്കെ ഇത്ര വലിപ്പം ഉണ്ടെങ്കിൽ ഈ വെട്ടി വയ്ക്കുന്ന സമയത്ത് കുറേ ക്രോപ്പ് ചെയ്ത് പോകും. അത് കറക്റ്റായിട്ട് എടുത്തറിയാൻ പറ്റും. അപ്പോൾ ഇവരെന്ത് തന്നെ പേടിച്ചാലും എന്ത് തന്നെ ഇമോഷൻ കാണിച്ചാലും നമുക്ക് അവിടെ ഒരു അതുമായിട്ട് ചേർന്ന് ഇഴുകി പോകാൻ പറ്റില്ല. അതായത് അവർ മറ്റേ ഗ്രീൻ സ്ക്രീനിലിട്ട് അഭിനയിക്കുകയാണ്, അഭിനയിച്ചോ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീലാണ് പറഞ്ഞത്. അതായത് സിനിമയായിട്ട് ചേർന്ന് ഇൻവോൾവ് ആയി പോകാൻ പറ്റില്ല. അവരെ ഒരു സെറ്റിട്ട് ഒരു നാടകം കളിക്കും പോലത്തെ ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ പല സീനുകളും എനിക്ക് പേഴ്സണലി പാളിപ്പോയതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ CGI ഒരു പ്രേത ലോകത്തോട്ട് പോണ ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ആ സീനൊക്കെ തിയേറ്ററിൽ. നല്ല ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. എസ്പെഷ്യലി സാംസിയസിൻ്റെ സ്കോറൊക്കെ കിടുവാരി ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പക്ഷേ ഇതാണ് പ്രശ്നം, ഈ CGI ഈ മറ്റേ ഗ്രീൻ സ്ക്രീൻ വെട്ടി വെച്ചിട്ടുകൊണ്ട് നമുക്ക് ഇതൊക്കെ പലയിടത്തും ഓവറായിട്ട് പലതും തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഫസ്റ്റ് പടത്തിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നിയത്, ഫസ്റ്റ് പടത്തിൽ ഒരു ലോജിക്കേ ഉള്ളൂ. ഒരു സാധനം, ഒരു ഡിമോണ്ടി കോളനിയിൽ ഇന്നത് ചെയ്താൽ ഇന്നത് വരും, ഇന്നാണ് അതിൻ്റെ സംഭവിക്കാൻ പോണേന്നുള്ള ഒരു സാധനമേ ഉള്ളൂ. അതിൽ നിന്നുകൊണ്ട് അതിൻ്റെ ലോജിക്ക് മാറാതെ അതിൻ്റെ കണ്ടിന്യൂറ്റി പിടിച്ച് അത് പോയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു സാധനത്തിൽ കുറേ സാധനങ്ങൾ, കുറേ ലോജിക്കുകൾ എടുത്ത് കയറ്റുകയാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. ഇപ്പോൾ ആദ്യത്തെ സിനിമയിൽ ഒരു TV-യിൽ ഒരു പരിപാടി വരുമല്ലോ, TV-യിൽ ഒരു സാധനം കാണുന്നത്, അതും പിന്നീടുള്ള സീനുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. അതിൽ AV ആയിരുന്നു, ഇതിലത് വരെ HDMI ആയിട്ട് മാറി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി ഇൻസിഡൻ്റൊക്കെ അതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ TV-യിൽ വരുന്ന സാധനം പിന്നീട് നടക്കുന്ന കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, വെറുതെ TV-യിൽ ഇങ്ങനെ ഇട്ട് കാണിക്കുക എന്നുള്ളതാണ്. അതുപോലെ കുറേ സീനുകൾ സെക്കൻഡ് ഹാഫ് തുടങ്ങി, എസ്പെഷ്യലി ആ സമയത്ത് തുടക്കത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കഥയൊക്കെ ഈ ഡെവലപ്പായി വരുന്നുണ്ട്. പക്ഷേ ഒരു സീൻ എടുക്കാൻ എത്ര സമയം വേണം അവിടെ? ഒരു ബാത്റൂമിനകത്തുള്ള സീനുണ്ട്, എത്ര നേരം? അതുപോലെ വവ്വാൽ കിടന്ന് കറക്കണം, കുറേ പരിപാടി, എത്ര നേരം വവ്വാലിനിട്ട് കറക്കണം? എന്തിന് ഇത്ര പടപടെ നിങ്ങൾ പോട്ടെ, നമ്മളുടെ നമുക്ക് മനസ്സിലായി, നീ അടുത്തേലോട്ട് പോ, ഇത് കണ്ട് നോക്ക്, ഓക്കെ അടുത്തേലോട്ട് പോ എന്ന് നമുക്ക് തോന്നിപ്പോവും. നമുക്ക് ഇത് ഓൺലൈനിലൊക്കെ ഒന്ന് കാണുമ്പോഴാണെങ്കിൽ കുറേ സീനുകളൊക്കെ അടിച്ച് കണ്ടു തീർക്കാൻ പറ്റും. തിയേറ്ററിൽ പക്ഷേ അത് പറ്റില്ലല്ലോ. ആ ഒരു ലാഗ് പരിപാടി സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ കുറേ നേരം ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് പടം കാണാത്തവർക്ക് ചിലപ്പോൾ സ്പോയിലറായി. ഈ ഫസ്റ്റ് പടത്തിൽ ആ ഡിമോണ്ടി കോളനിക്കകത്ത് ആ വീട്ടിനകത്ത് പോകുന്നവരെയാണ് അത് ബാധിക്കുന്നത്. ഇതിൽ ആരൊക്കെയോ പോകുന്നു, ആരെയൊക്കെയോ കൊണ്ടുവിടുന്നു, ആരൊക്കെയോ കൊല്ലാൻ നടക്കുന്നു. ഈ ചെയ്തവന്മാരും ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തവരൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അതെന്താണ് സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പോകെ നമുക്കൊരു നൂല് പിടിച്ചൊരു കണക്ഷൻ പിടിച്ച് പോകണില്ല. പിന്നെ അവരെന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടാക്കി തരട്ടെ എന്നുള്ള രീതിയിൽ അടുത്ത് എന്താവും എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു സിനിമയ്ക്ക്.
പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴേക്കും അതിൽ കുറേ സീനുകളൊക്കെ കിടുക്കു സീനുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ ഇത് കാണാൻ പാടില്ല സിനിമ, മോശം സിനിമ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ബാക്കി ഈ കാഞ്ചനയാണെങ്കിലും അരമനയൊക്കെ ആണെങ്കിലും പിന്നീട് അതിനെ ഇറക്കി അപരാധിച്ച് വെക്കണ പോലത്തെ ഒരു അപരാധമൊന്നുമല്ല ഇത്. ഇതിൽ സ്ക്രിപ്റ്റിൽ ഭയങ്കര കോംപ്ലിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അതേ കോംപ്ലിക്കേഷൻസ് നോൺ ലീനിയർ പരിപാടിയൊക്കെ ഇതിൽ മേക്കിങ്ങിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മൊത്തത്തിൽ നമ്മളൊന്ന് കൂട്ടിക്കെട്ടാൻ നോക്കുമ്പം അവിടെ ആയിട്ട് ഈ മുഴച്ച് നിൽപ്പുണ്ട്. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയും പോലെ. ബേസിക് പ്ലോട്ട് അതിൽ തന്നെ കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിൻ്റെ കൂടെ സബ് പ്ലോട്ടുകൾ വരുന്നു, വേറെ കഥാപാത്രങ്ങൾ വരുന്നു, വേറെ പുതിയ കാര്യങ്ങൾ വരുന്നു, പുതിയ വില്ലന്മാർ വരുന്നു. അങ്ങനത്തെയൊക്കെ പരിപാടി വന്നപ്പോഴേക്കും മൊത്തത്തിൽ എവിടെയോ ചേരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്നിരുന്നാലും ഒരു തവണ തിയേറ്ററിൽ വേണമെങ്കിൽ കാണാവുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഡിമോണ്ടി കോളനി എനിക്ക് തോന്നിയത്. എന്തരാ വരട്ടെ.